തല താഴ്ത്തിയിരിക്കുവാണ് ലക്ഷ്മി. വർമ്മ അവളുടെ കയ്യിൽ പിടിച്ചു. മോളെ, കേട്ടില്ലെല്ലാം, ഇനി പറയ്, നാളെ പോകണോ? അവൾ സങ്കടത്തോടെ അയാളുടെ കണ്ണിലേക്കാണ് നോക്കിയത്. ആ അച്ഛൻ്റെ കണ്ണുകൾ ഈറനായിട്ടുണ്ട്. സാർ, ഞാൻ മോള് കണ്ടതല്ലേ അവൻ്റെ മമ്മയെ. അവളാ അഫിയുടെ ജീവിതം ഇങ്ങനെ ആക്കിയത്. ഇന്നിപ്പോൾ നിനക്ക് വേണ്ടിയാ അവൻ. മോള് വേണം അഫിക്കൊപ്പം. അവൾ ആദിയെ നോക്കി. അവൻ ചിരിയോടെ അവളുടെ തലമുടിയിൽ തഴുകി. സാരി തുമ്പിൽ കെട്ടിയിട്ടോ, ചെക്കൻ ഒതുങ്ങിക്കോളും. അത്രയ്ക്കിഷ്ടമാണ് ഈ ലക്ഷ്മിയെ. അവൾക്ക് ചിരി വന്നു. മോള് പോയി കിടന്നോ, അവൻ ഇപ്പോൾ ഇങ്ങെത്തും. ലക്ഷ്മി ഉണർന്നതായി അവൻ അറിയണ്ട. അവൾ എഴുന്നേറ്റ് പോയി. അഫിയുടെ കാറ് ചെറിയ ശബ്ദത്തോടെയാണ് പോർച്ചിൽ നിന്നത്. വാതിൽ പതിയെ തുറന്ന് തിരിഞ്ഞ് ലോക്കിട്ടതും ഹാളിലെ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു. അഫിയുടെ മുഖം വിളറിപ്പോയി. ഡാഡിയും ആദിയുമാണ്. കണ്ണുകൾ വെപ്രാളത്തോടെ ആരെയോ പരതി. നോക്കണ്ട, മോള് ഉറക്കാണ്. നീ രാത്രി എവിടെ പോയതാ? ദേഷ്യത്തിൽ വർമ്മ ചോദിച്ചു. ഡാഡി, അത് ഗസ്റ്റ്. പറഞ്ഞു തീരും മുന്നേ ഒരടിയും കവിളിൽ പതിച്ചു. ആദി അത് പ്രതീക്ഷിച്ചില്ല. അച്ഛാ, നീ മിണ്ടരുതാദി. ഇവൻ്റെ ഇഷ്ടത്തിന് ഇനി വിടാൻ പറ്റില്ല. ഒരു പാവം പെങ്കൊച്ച് ആ റൂമിൽ കിടന്ന് ഉറങ്ങുവാ. എങ്ങനെ തോന്നി അതിനെ ചതിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ? ആദിയുടെ ദയനീയ നോട്ടം. എന്തിനും ദേഷ്യപ്പെടുന്ന അഫി ഇന്ന് മൗനം പാലിച്ചു നിൽക്കുവാണ്. കൂത്ത് കഴിഞ്ഞെങ്കിൽ പോയി കിടന്നുറങ്ങ്. അഫി തിരിഞ്ഞു നടന്നു. നാളെ രാവിലെ മോളെ ഞാൻ അതിൻ്റെ വീട്ടിൽ കൊണ്ടാക്കും. വേദന മാത്രം തിന്നാനായിട്ട് ആ കൊച്ചിവിടെ നിൽക്കണ്ട. അഫി രൂക്ഷമായി അച്ഛനെ നോക്കി അടുത്തേക്ക് വന്നു. എൻ്റെ സമ്മതമില്ലാതെ അവളെ കൊണ്ടുപോവാൻ പറ്റില്ല. ഒന്ന് പോടാ. ഭാര്യ ലക്ഷ്മി. രാത്രി സഞ്ചാരം ഗസ്റ്റ് ഹൗസിൽ. ശീതൾ, നീ ആരാന്നാ വിചാരം? ഡാഡി, സ്റ്റോപ്പ് ഇറ്റ്. അഫിയുടെ ശബ്ദം ഉയർന്നു. ആദി വർമ്മയുടെ കയ്യിൽ ഞെരിച്ചു പിടിച്ചു. വേണ്ടച്ചാ, അമ്മ ഉണരും. ഡാഡി എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ ഓരോന്ന് പറയുന്നേ? ഗസ്റ്റ് ഹൗസിൽ പോയി. ശീതൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ശരിയാ. പക്ഷേ ഡാഡി ഉദ്ദേശിച്ച ആ കാര്യം മാത്രം നടന്നില്ല. പിന്നെ എന്തിനാ അഫി നീ അവിടെ പോയേ? ശാന്തമായി ആദി ചോദിച്ചു. അവൾ വിളിച്ചു. ആ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയതാ. പിന്നെ ഈ ശീതൾ ആരാന്ന് ഡാഡിക്ക് അറിയോ? വർമ്മ മുഖം വെട്ടിത്തിരിച്ചു. എനിക്കൊരുത്തി അറിയണ്ട. അറിയണം, അറിഞ്ഞേ പറ്റൂ. അവൾ ചന്ദ്രപാലിൻ്റെ മകളാ. ഡാഡിക്ക് ഓർമ്മയില്ലേ അയാളെ? വർമ്മ തറഞ്ഞു നിന്ന് പോയി. ചന്ദ്രപാലിൻ്റെ മകളാണെന്ന് നിനക്ക് അറിയാമായിരുന്നിട്ടാണോ അവളുമായി ഈ ബന്ധം സൂക്ഷിച്ചത്? എന്ത് ബന്ധം? ഞാൻ അങ്ങോട്ട് തേടിപ്പോയതല്ല. അവൾ ഇങ്ങോട്ട് വന്നതാ പ്രതികാരം വീട്ടാൻ. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ ശീതളിൻ്റെ അടി പതറി. ഈ അഭിമന്യുവിനെ പ്രണയിച്ചു പോയി. എനിക്ക് നഷ്ടമൊന്നുമില്ല. അവൾക്കാ നഷ്ടം സംഭവിച്ചത്. ആ അച്ഛനായി തന്നെ മകളെ. അഫി ഇന്ദുജിയുടെ റൂമിൻ്റെ ഡോർ ഭാഗത്തേക്ക് നോക്കി. മമ്മ അറിഞ്ഞോ? ഇല്ല, അവൾ ഉറക്കാണ് എന്ന് തോന്നുന്നു. എന്നെ ഇന്നലെ ഗെറ്റ് ഔട്ട് അടിച്ചു. അഫി അച്ഛനെ നോക്കി ചിരിച്ചു. ഇളിക്കണ്ട, ആ സിന്ദൂര കേസാണ്. മമ്മ അറിഞ്ഞാൽ സീതയുടെ ചെവിയിലെത്തിക്കും. പെണ്ണിടയും, മമ്മ അറിയണ്ട. അവൻ മേലേക്ക് ഓടുന്നുണ്ട്. വർമ്മ വിടർന്ന മുഖത്തോടെ നിന്നു. എന്നാലും അടിക്കേണ്ടിയിരുന്നില്ല. അവൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന് നമ്മൾ അറിഞ്ഞതല്ലേ അച്ഛാ? അത് മനഃപൂർവ്വം അല്ല മക്കളെ, അറിയാതെ പറ്റിയതാ. അഫി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അവളുടെ ബ്ലാങ്കറ്റിനിടയിലേക്ക് നൂണ്ട് കയറുന്നുണ്ട്. ലക്ഷ്മി കണ്ണുകൾ മുറുകെ അടച്ചു. സീത പുറം തിരിഞ്ഞ് കിടക്കുന്ന അവളുടെ ചെവിയിൽ ചുണ്ടടുപ്പിച്ചാണ് വിളിച്ചത്. ലക്ഷ്മിക്ക് ചിരി വന്നു. മുടിക്കിടയിലേക്ക് അവൻ മുഖം പൂഴ്ത്തി. അവൾ ഒന്ന് ഞരങ്ങി. കുറുകലോടെ ചരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു. അതിനുവേണ്ടിയാണ് ആ വിളി പോലുമെന്ന് അവൾക്കറിയാം. ഓഹ് കള്ളി. അഫിയുടെ കണ്ണുകൾ ക്ഷീണത്തിൽ അടഞ്ഞു തുടങ്ങി. ഉറക്കം അവനെ വിഴുങ്ങിയതും ലക്ഷ്മി തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. ലവ് യു അഫി. എന്നെ ആരും ഒന്നും പറയുന്നത് ഈ രാവണന് ഇഷ്ടമല്ലേ? അതെന്താ, എന്നെ അത്രയ്ക്കും ഇഷ്ടമാണോ? അവളുടെ മുഖത്ത് പ്രണയത്തിൻ്റെ നീലെ കുറിഞ്ഞി പൂത്തു. അവനായി മാത്രം. ആ ചുണ്ടിൽ നാണം നിറഞ്ഞു. അവനിലേക്ക് അന്ന് ആദ്യമായി ചുട്ടുപൊള്ളുന്ന പ്രണയം ചുംബനമായി പകരാൻ കൊതിച്ചുപോയി. അവൾ ഒന്ന് ഉയർന്നു. പക്ഷേ കഴിയുന്നില്ല. ഇടുപ്പിൽ അവൻ്റെ ദൃഢമായ കൈ ചുറ്റിയിട്ടുണ്ട്. എന്തേ, ഇപ്പോൾ വേണ്ട എന്നാണോ? ശരി, തരുന്നില്ല.
ഷർട്ടിൻ്റെ 2-3 ബട്ടൺ ഇളക്കി മാറ്റി. അവളുടെ കണ്ണുകൾ തിളങ്ങി. ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ വിരിഞ്ഞ നെഞ്ചിൽ ചൂണ്ട് വിരൽ കുത്തി പതിയെ കളം വരച്ചു. അഫി അവൻ്റെ നെഞ്ചിൽ ആ ചുണ്ട് പ്രണയം പറഞ്ഞു. അമർത്തി ചുംബിച്ചു. ഒഴുകിയിറങ്ങുന്ന അവളുടെ പ്രണയം. അവൻ ഏറെ ആഗ്രഹിച്ച സീതാലക്ഷ്മിയുടെ ചുംബനം അഭിമന്യു അറിയാതെ പോയ നിമിഷം. 4 മണിക്ക് അലാറം മുഴങ്ങുമ്പോൾ നിത്യ എഴുന്നേറ്റു. ഷെൽഫ് തുറന്ന് ഡ്രസ്സുകളെല്ലാം എടുത്ത് ബാഗിലേക്ക് ആക്കി. കിച്ചണിൽ ചെന്ന് ഒരു ചായ ഇട്ടു. ഹാളിൽ വന്നിരുന്നു. ഇവിടെ ജോലി കിട്ടിയിട്ട് 3 വർഷമായി. ആദ്യം ഹോസ്റ്റൽ, പിന്നെയാണ് സഞ്ജുവിനെ പ്രണയിക്കുന്നത്. അവൻ സെറ്റാക്കി തന്ന വീട്. 2 വർഷമായി ഇവിടെ ആയിരുന്നു ഞാൻ. ഇന്ന് പടി ഇറങ്ങുക വേദനയുണ്ട്. പക്ഷേ ആ നീചന് മുന്നിൽ തോറ്റുകൊടുക്കാൻ നിത്യയ്ക്ക് പറ്റില്ല. ലക്ഷ്മിയാണ് ആദ്യം ഉറക്കമുണർന്നത്. ഇപ്പോഴും അരക്കെട്ടിൽ നിന്ന് ആ കൈ അകന്നു മാറിയിട്ടില്ല. അവൾ അവൻ്റെ കയ്യെ എടുത്തു മാറ്റി എഴുന്നേറ്റു. ഷോ അത് മറന്നു. രാത്രി ഇളക്കി മാറ്റിയ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടുകൊടുത്തു. അവനെ നോക്കി പുഞ്ചിരിച്ചു. ഫ്രഷായി ഇറങ്ങുമ്പോൾ അഫി എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ആ കഴുത്ത് 2 വശത്തേക്കും ചരിച്ചുകൊണ്ട് അവൻ ഉറക്കെ വിളിച്ചു. എന്താ സാർ, എന്തു പറ്റി? അവൻ അവളെ രൂക്ഷമായി നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ബെഡിൽ കിടക്കാന്ന്, കേട്ടോ? ഹോ, കഴുത്തും ദേഹവും എല്ലാം വേദനിക്കുവാ. അവളുടെ കണ്ണുകൾ കൂർത്തു. ഞാൻ സാറിനെ വിളിച്ചോ? ഇല്ലല്ലോ. അടുത്ത് വന്ന് കിടന്നിട്ട് ഇപ്പോൾ കുറ്റം എൻ്റേതായോ? ചിലപ്പോൾ നൈറ്റ് മറ്റെന്തെങ്കിലും പരിപാടിക്ക് പോയി കാണും. അഫി ഒന്ന് വിറച്ചു പോയി. എന്തു പരിപാടി? ആ എനിക്കറിയില്ല സാർ. അവൻ പല്ല് കടിച്ചു പിടിച്ച് ബെഡിലിരുന്നു. ഓയിൽമെൻ്റ് ഉണ്ടോ? ലക്ഷ്മി ചോദിച്ചു. ദേ ആ ഷെൽഫിൽ. അവൻ വിരൽ ചൂണ്ടി. ദാ പുരട്ടിയിട്ട് കുറച്ചു നേരം കിടന്നോ, മാറുമായിരിക്കും. ഓയിൽമെൻറ്റും നീട്ടി പിടിച്ചു നിൽക്കുന്നവളെ കണ്ണെടുക്കാതെ നോക്കി. എന്താ വേണ്ടേ? എന്താ സീത, ഒരിത്തിരി സ്നേഹം കാണിക്ക്. അവൻ ഷർട്ട് ഊരി മാറ്റി ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നു. പുരട്ടി താടി, ഈ ബാക്ക് ഭാഗത്തൊക്കെ ഞാൻ എങ്ങനാ? അടുത്തിരുന്ന് കഴുത്തിൻ്റെ ഇരുവശത്തും പിൻഭാഗത്തുമെല്ലാം മരുന്ന് പുരട്ടുമ്പോൾ പില്ലോയിൽ തല ചരിച്ചു വെച്ച് അവളെ നോക്കി അഫി ചിരിച്ചു. എന്ത് സുഖ തോന്നും. ഇന്നു മുതൽ നിലത്ത് കിടക്കാനെന്നും പറഞ്ഞ് വരരുത്. ഞാൻ വരും. നീ എവിടെ പോകുന്നോ അവിടെയൊക്കെ രാവണനും വരും. അവൻ ചുണ്ട് കടിച്ച് കുസൃതിയിൽ പുഞ്ചിരിച്ചു. അയ്യേ, ദേ എൻ്റെ വിധം മാറും കേട്ടോ സാർ. അവൾ എഴുന്നേറ്റതും ആ കയ്യിൽ അഫി പിടിച്ചു. ഇന്നു മുതൽ നിലത്ത് കിടക്കണ്ട, എനിക്ക് വയ്യ. ദേ ഇവിടെ 2 അല്ല 4 പേർക്ക് കിടക്കാം. ഞാനൊരു ശല്യത്തിനും വരില്ല. ലക്ഷ്മി അവനെ നോക്കാതെ ചിരിച്ചു. സാർ, ആരോ വിളിച്ചു. എനിക്കുള്ള കോഫി വന്നതാ, പോയി മേടിച്ചിട്ട് വാ. ലക്ഷ്മി ഡോറ് തുറന്നതും ഒരു കപ്പുമായി സെർവൻ്റ് നിൽക്കുന്നു. അവളത് വാങ്ങി. മോൾക്ക് കൊണ്ടുവന്നതാ, പക്ഷെ മാഡം വഴക്കു പറഞ്ഞു, അതാണ്. സാരമില്ല ചേച്ചി, എനിക്ക് കോഫി വേണ്ട. അവർ തിരികെ പോയി. നടുവിന് കൈതാങ്ങി അഫി ടോയ്ലറ്റിലേക്ക് നടക്കുന്നത് കണ്ട് ലക്ഷ്മി വായ പൊത്തി. ചിരിക്കല്ലേ സീത? ആരവിൻ്റെ കാറ് അകലെ നിന്ന് വരുന്നുണ്ട്. അടുത്ത് ചേർത്ത് നിർത്തിയതും നിലത്തിരുന്ന ഹാൻഡ് ബാഗ് കയ്യിലേക്ക് എടുത്തു. അവൾ സൈഡ് ഗ്ലാസ്സിൽ തട്ടി. കയറടോ, ആരവ് പറഞ്ഞു. അത് സാർ. നിത്യ നിന്ന് പരുങ്ങുന്നു. ആരവ് അപ്പോഴാണ് അവളുടെ കയ്യിലിരിക്കുന്ന ബാഗ് ശ്രദ്ധിച്ചത്. എന്താടോ ബാഗൊക്കെ ആയിട്ട്? അവൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. ഗേറ്റിനകത്തേക്ക് നോക്കുമ്പോൾ ഒരു പുരുഷൻ അവിടെ നിൽക്കുന്നുണ്ട്. അതാരാ? അവൻ ചോദിച്ചു. ഹൗസ് ഓണറാണ്. അവൾ ഇന്നലെ നടന്നത് എല്ലാം പറഞ്ഞു. സ്കൂട്ടിയിൽ പുറത്തേക്ക് വന്ന ഹൗസ് ഓണർക്ക് മുന്നിൽ ആരവ് കയറി നിന്നു. അയാൾ ബ്രേക്ക് പിടിച്ചു. അവൻ പറഞ്ഞത് ശരിയാ, നീ വിളിച്ചാൽ ഓടി വരാൻ ആളുണ്ടല്ലേ. അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി. ആരവ് കാലുയർത്തി ചവിട്ടി. വണ്ടിക്ക് മേലെ കൂടി മറിഞ്ഞു വീണു. നിലത്തിട്ട് ചവിട്ടി ചതച്ചു. ഷട്ടിൽ തൂക്കി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മതിൽക്കെട്ടിൽ ചേർത്ത് നിർത്തി. 2 കവിളിലും നല്ലത് 2 കൊടുത്തു. പ്രായം നോക്കി നിർത്തുവാ. ഇനി അവനാണ്. മണ്ടേ ഒന്ന് ആയിക്കോട്ടെ. ഇല്ലേൽ വീട്ടിൽ കയറി ഞാൻ തല്ലും. അവനെ കാണുവാണേൽ പറഞ്ഞേക്ക്. കാറിലിരിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടിയില്ല. എന്താടോ ഈ ചെറിയ കാര്യത്തിന് ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? അത് സാർ, ഒരു വാടക വീട് കിട്ടാൻ എന്താ ചെയ്യുക? ഹോസ്റ്റലിലേക്ക് തന്നെ മാറാം, അതാ നല്ലത്. ആ, വീട് എളുപ്പം കിട്ടില്ല. താൻ എന്തായാലും ഇപ്പോഴത്തേക്ക് ഹോസ്റ്റൽ നോക്ക്.
1 മാസത്തിനകം ഒരു വീട് സെറ്റാക്കി തരാം. കാറ് കുഞ്ഞൊരു ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. സാറിൻ്റെ വീടാണോ? അതേടോ. നിത്യ ഇറങ്ങി. തെറ്റില്ലാത്ത 2 നില വീട്. പുരയിടം കുറവാ, അതുകൊണ്ട് 1 2 നിലയാക്കി. താഴെ 1 റൂമും ടോയ്ലറ്റും കിച്ചണും ഹാളും, മുകളിൽ 2 റൂമും ഹാളും, ആരവ് പറഞ്ഞു. അവൾ വലത് കാൽ വെച്ച് അകത്തേക്ക് കയറി. അയ്യോ, അമ്മയ്ക്കൊന്നും വാങ്ങിയില്ലല്ലോ സാറേ. ടെൻഷൻ കാരണം ഞാനത് മറന്നു. ആരവ് പുഞ്ചിരിച്ചു. അമ്മയ്ക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. സങ്കടമാണേൽ ഇനി വരുമ്പോൾ വാങ്ങി വന്നാൽ മതി. താൻ വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സമയം 11 പിന്നെ ഇന്നലെയൊന്നും കഴിച്ചു കാണില്ല അല്ലേ? വലിയ ഹാളാണ്. അതിൻ്റെ ഒരു പോർഷനിൽ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. അവൻ അങ്ങോട്ടേക്ക് നടന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആദ്യം അമ്മയെ കാണട്ടെ. ഈ റൂമിലാണോ? താഴത്തെ ഒരു റൂമിലേക്ക് അവൾ വിരൽ ചൂണ്ടി. ആ അതെ. അവൾ കയ്യിലിരുന്ന ബാഗ് സെറ്റിയിലേക്ക് ഇട്ടു. മകനൊപ്പം അകത്തേക്ക് കയറി വരുന്നവളെ കണ്ട് ഫാനുമ്മയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. നിത്യ പുഞ്ചിരിച്ചു. അവർക്ക് അടുത്തായി നിന്നു. അവൻ ബെഡ് കുറച്ച് ഉയർത്തി കൊടുത്തു. ആ അമ്മയും ചെറുതായി ചിരിക്കുന്നു. ഇടയ്ക്ക് മകനെ നോക്കുന്നു. അമ്മയ്ക്ക് എന്നെ അറിയോ? കണ്ണു മാത്രം ഒന്ന് ചിമ്മിക്കാട്ടി. വലത് കൈ ബെഡിൽ തട്ടി. നിത്യ ആരവിനെ നോക്കി. അറിയാന്ന് തന്നോടിരിക്കാനാ പറഞ്ഞത്. അവർക്ക് അടുത്തിരുന്നു. എങ്ങനെ അറിയാം? എന്നെ ആദ്യമായല്ലേ കാണുന്നത്? അവൾ വീണ്ടും ചോദിച്ചു. ഭാനുമ്മ പരിങ്ങലോടെ നിൽക്കുന്ന ആരവിനെ നോക്കി. ഓ, സാറ് പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ? അതിന് ചിരിയായിരുന്നു മറുപടി. നിർത്താതെ ഓരോന്ന് പറയുന്നുണ്ട് നിത്യ. എടോ, വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. ആരവ് വിളിച്ചു പറഞ്ഞിട്ടും അവൾ പോയതേയില്ല. ഒത്തിരി സമയം അമ്മയ്ക്കൊപ്പം ഇരുന്നു. മരുന്ന് കഴിക്കുന്ന ക്ഷീണം കാരണം കണ്ണുകൾ അടഞ്ഞു പോകുന്നതായി തോന്നിയതും നിത്യ എഴുന്നേറ്റു. ബെഡ് പതിയെ താഴ്ത്തി കൊടുത്തു. ഉറങ്ങിക്കോ കേട്ടോ. ചെറുതായി മുളച്ചു വരുന്ന തലമുടിയിൽ പതിയെ തഴുകിയതും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. സാരമില്ല, എല്ലാം മാറും. വിതുമ്പലോടെയാണ് അവൾ പറഞ്ഞത്. തിരികെ റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങി. കിച്ചണിൽ തട്ടുമുട്ട് കേൾക്കുന്നുണ്ട്. ഒപ്പം നല്ല ചിക്കൻ്റെ മണവും. പാചകമൊക്കെ നല്ല വശമാണല്ലേ. സാറിനെ കെട്ടുന്ന പെണ്ണിൻ്റെ ഭാഗ്യം, നിത്യ പറഞ്ഞു. അതെന്താ, എന്നെ അടുക്കളക്കാരനാക്കും എന്നാണോ? ഏയ്, അങ്ങനെയല്ല. ഭാര്യയും ഭർത്താവും അടുക്കള കൈകാര്യം ചെയ്യുന്നത് നല്ല രസാ. പെട്ടെന്ന് ജോലി തീരും. പിന്നെ അവൾ വായ പൊത്തി. പിന്നെ ബാക്കി പറയടോ. അയ്യാ, കൂട്ടുകാരനായിരുന്നേൽ കണ്ണും പൂട്ടി പറയാമായിരുന്നു. ഇത് HR മാനേജരോട് ഞാൻ എന്തു പറയാനാ? അവൾ അടുക്കള ഭാഗത്തെ ഡോർ തുറന്ന് അതിൽ ചാരി പുറത്തേക്ക് നോക്കി നിന്നു. ഹോസ്റ്റൽ കാര്യമാണേൽ എല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതാലോചിച്ച് നിത്യ തല പുണ്ണാക്കണ്ട. താങ്ക് യു സാർ. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷമാണ് പറഞ്ഞത്. അമ്മയെ വീൽ ചെയറിൽ എടുത്തിരുത്തിയത് ആരവാണ്. ഫുഡ് വാരി കൊടുത്തത് നിത്യയും. പോകാം നിത്യ. അവൾ ക്ലോക്കിലേക്ക് നോക്കി. 6 മണിയായി. ഇനിയും ലേറ്റായാൽ ശരിയാവില്ല, ആരവ് പറഞ്ഞു. ഞാൻ പോട്ടെ അമ്മേ, ഇടയ്ക്ക് വരാം. അവരുടെ മുഖം ഒന്ന് ഇരുണ്ടു. സങ്കടം വന്നതാണെന്ന് ആരവിന് മനസ്സിലായി. അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. അവൾ കാറിൽ കയറാതെ നിൽക്കുന്നു. ആരവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. എന്താടോ, വരുന്നില്ലേ? ഇല്ല, പെട്ടെന്നാണ് അവൾ പറഞ്ഞത്. ആഗ്രഹിച്ചതെന്തോ കേട്ടതും അവൻ സ്തംഭിച്ചിരുന്നു പോയി. ഞാനേ ഇവിടെ നിന്നോട്ടെ. സാറിന് ഒരു പേര് ദോഷവും ഉണ്ടാക്കില്ല. ആരേലും ചോദിക്കുവാണേൽ നൈറ്റ് അമ്മയെ നോക്കാമെന്ന ഹോംനെസ് ആണെന്ന് പറഞ്ഞു. അവൻ കാറിൽ നിന്നിറങ്ങി. ഇവിടെ ഇത്രയും റൂമില്ലേ? ഞാൻ വാടക തരാം. പിന്നെ സാറിനെ സഹായിക്കുകയും ചെയ്യാം. അവന് ചിരിയാണ് വന്നത്. എന്നാലും ഗൗരവത്തോടെ തന്നെ നിന്നു. ഇഷ്ടായില്ലേ? എന്നാ വേണ്ട. അവൾ ബാക്ക് ഡോർ തുറന്ന് ബാഗ് വെച്ചു. ആരവ് ആ കയ്യിൽ മുറുകെ പിടിച്ചു. ചെല്ല്, എൻ്റെ അമ്മ സങ്കടപ്പെട്ടിരിക്കുക. അവൾ തിരിഞ്ഞ് അകത്തേക്ക് ഓടി. പിന്നെ സാറേ, എൻ്റെ ബാഗും കൂടി എടുത്തിട്ട് വാ. മുന്നേ പറഞ്ഞിരുന്നേൽ ഞാനത് കാറിൽ വെക്കില്ലായിരുന്നു. അവൻ സന്തോഷത്തിൽ തലകുലുക്കി. ഉള്ളിൽ പ്രണയം മൊട്ടിട്ട നിമിഷം.